Good, good, good. Good, very good, yeah. Okay. Okay, very good. Your name? Jawahar, eh? Okay, okay. നമ്മള് ഓർസു ഹോസ്റ്റലിൻ്റെ അവിടെ നമ്മളിങ്ങനെ പോകണം കേട്ടോ. അവിടെയുള്ള നല്ല ഫാമിലി അറ്റ്മോസ്ഫിയറിൽ നമുക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഓർസു. അവിടെ നല്ലൊരു അടിപൊളി ഫാമിലി റൂമാണ്, നല്ല റൂമും കാര്യങ്ങളൊക്കെയാണ്, ഫുഡും കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മളിവിടുന്ന് ഇപ്പം വെക്കേറ്റ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇനി താഷ്കണ്ടിലേക്ക് പോകാൻ പരിപാടിയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയ രീതിയിലൊരു പഞ്ചർ കിട്ടി വണ്ടിക്ക്. അപ്പോൾ അതിൻ്റെ ടയർ നമ്മൾ മാറ്റിയിട്ടോ. ഇനി പോണ വഴിക്ക് പഞ്ചർ ഒട്ടിക്കണം. ഇനി പോണ വഴിക്ക് ഈ അമീർ തിമൂറിൻ്റെ ഒരു പാലസ് ഉണ്ട്, ആ പാലസും കൂടി കണ്ടിട്ട് വേണം നമുക്ക് ഇനി നേരെ താഷ്കണ്ടിലെത്താനുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും താഷ്കണ്ടിലെത്തണം. നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് നമുക്ക് ഓടാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട പോലെ തന്നെ അവിടെയുള്ള ചേട്ടന്മാർ അവരവിടെ പുലാവ് ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ്. ഉസ്ബെക്കിസ്ഥാൻ ട്രിപ്പിന്റെ 7ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ബുക്കാറയിലാണ്. 2 ദിവസമായി ഇപ്പൊ ബുക്കാറയിൽ കേട്ടോ. അപ്പൊ ബുക്കാറയിൽ നമ്മൾ ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ പോവാണ്. ഇന്ന് ഫുള്ള് ഒരു റോഡ് ട്രിപ്പ് എന്ന് വെച്ചാൽ ഫുള്ള് റോഡിലൊരു ട്രിപ്പ് തന്നെയായിരിക്കും. ഫുള്ള് റോഡിലായിരിക്കും. ഏകദേശം വൈകുന്നേരം വരെ ഡ്രൈവ് തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു റോഡ് ട്രിപ്പാണ് നടക്കുന്നത്. ഓക്കെ, നമുക്കിന്ന് കാണാം ബുക്കാറയിന്ന് താഷ്കണ്ട് വരെയുള്ള നമ്മുടെ യാത്രകളാണ്. എല്ലാവർക്കും സാൻ ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് കാണാം ഉസ്ബെക്കിസ്ഥാനിലെ വിശേഷം. നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചറായ ടയർ റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഞങ്ങളൊരു ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ഒരു പഞ്ചർ കടയൊക്കെ കണ്ടുപിടിച്ച് അവിടെ ടയറൊക്കെ റിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ഗ്രോസറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ഓരോ പ്രവിശ്യകളിലും അവരുടെ തനതായ ഒരു ഭൂപ്രകൃതിയും അതുപോലെ കാലാവസ്ഥയൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഒരു ഏരിയ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ തന്നെ നമുക്ക് ഷഖ്ദാരിയോ വിലായത്ത് എന്ന് പറയുന്ന വലിയൊരു ബോർഡും അതിൻ്റെ ഒരു ഗേറ്റും നമ്മൾ കണ്ടിട്ട് അതൊരു പുതിയൊരു പ്രവിശ്യയിലേക്ക് കടക്കുന്ന ആ ഒരു മെയിൻ ഒരു എൻട്രൻസ് ആണത്. അങ്ങോട്ട് കടന്നപ്പോൾ തന്നെ മൊത്തത്തിൽ ആ നേച്ചറൊക്കെ ആകെ മാറി ഒന്ന് മൊത്തത്തിൽ ആകെ ഒരു ഗ്രീനറിയാണ് നമുക്ക് ഈ പ്രവിശ്യയിൽ കാണാൻ പറ്റുന്നത്. ഉസ്ബെക്കിസ്ഥാനിലെ ഒരു പ്രവിശ്യയാണ് കഷക്ദാരിയോ വിലായത്ത്. ഇത് രാജ്യത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. കാർഷിക പ്രവർത്തനങ്ങൾക്കും പ്രകൃതി സൗന്ദര്യത്തിനും പ്രശസ്തമാണ് ഈ ഒരു പ്രദേശം. പ്രവിശ്യയുടെ തലസ്ഥാനം കാർഷി നഗരമാണ്. ട്രെക്കിങ്ങിന് അനുയോജ്യമായ ഹിസാർ സരബ്ഷാൻ മലനിരകൾ, കൃഷിക്കും കുടിവെള്ളത്തിനുമായി ഉപയോഗിക്കുന്ന ചിംകോർഗോൺ ജലാശയം എന്നിവ ഉൾപ്പെടുന്ന ഈ ഒരു പ്രദേശത്ത് ഗോതമ്പ്, പരുത്തി കൂടാതെ പലവിധ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇവിടെ കൃഷി ചെയ്യുന്നു. ഈ പ്രദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ കൃഷിയും എണ്ണ, പ്രകൃതിവാതകം, കൽക്കരി എന്നിവയുടെ ഖനനവുമാണ്. കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. നമ്മൾക്ക് ഇനി ഇപ്പോൾ ഏകദേശം 1 മണി ആവാറായി. അപ്പം നമ്മൾ അടുത്ത് കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ നിർത്തിയതുണ്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ നമ്മളൊരു അവിടെയുള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അവർ ട്രഡീഷണലായ രീതിയിലുള്ള ടെൻറ്റുകൾ കണ്ടുവിട്ടു. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളവിടെ നിർത്തിയത്. ഇരുന്ന് നമ്മൾ നേരെ ആ റെസ്റ്റോറൻറ്റിൽ ഇരിക്കാണ്ട് അതിൻ്റെ ആ ടെൻറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ഉസ്ബെക്കിസ്ഥാനിലെ ട്രഡീഷണൽ ഫുഡായ സോംസയും അതേപോലെ തന്നെ ഐറോണുമാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത്. ഇത് ഒട്ടകത്തിന്റെ പാലോണ്ട് ഉണ്ടാക്കിയാണ് തൈരാണ് കേട്ടോ. പിന്നെ ഐറോൺ എന്ന് പറയും. നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ലോങ് യാത്രകളിൽ നമുക്ക് കാണാൻ കിട്ടുന്നതാണ് കേട്ടോ. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല അല്ലേ? ഇതൊരു 3 ടെന്റ് ഉണ്ട്. ഇത് ലോക്കൽ സെറ്റപ്പാണ്, നല്ലൊരു വെറൈറ്റി അല്ലേ നമുക്ക്. ഇവിടെ ഹിന്ദി പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഒരു പ്രദേശത്തുകൂടിയുള്ള നമ്മുടെ ഈ യാത്രയിൽ ഭൂപ്രകൃതി ഭയങ്കര വ്യത്യസ്തമാണ് കേട്ടോ. ഓരോ ഏരിയയിൽ വരുമ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു റെയിൽ പാളം കാണാൻ പറ്റി. അതേപോലെ അങ്ങ് ദൂരെ നമുക്ക് ഇവിടുത്തെ ഒരു ട്രെയിൻ പോകുന്ന നല്ലൊരു കാഴ്ചയൊക്കെ കാണാൻ പറ്റി. ചെറിയ ചെറിയ ഗ്രാമപ്രദേശത്തെ കൃഷിസ്ഥലങ്ങൾക്കിടയിലൂടെയുള്ള ഈ ഒരു വഴി കൂടെ പോകുമ്പോൾ അതിനിടയിൽ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സിറ്റികളും അതേപോലെ അവരുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ആ വീടുകളൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ.
കഷക്ദാരിയോ പ്രവിശ്യയിലെ തലസ്ഥാനമായ കാർഷി നഗരമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സിറ്റിയാണ്. ഒരുപാട് വലിയ ബിൽഡിങ്ങുകളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു സിറ്റിയാണ്. അതേപോലെ കഷക്ദാരിയോ നദി ഈ ഒരു സിറ്റി കൂടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കാണുന്നതാണ് ഈ കഷക്ദാരിയോ നദി. ഉസ്ബെക്കിസ്ഥാനിലൂടെയുള്ള നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മൾ ഇതേപോലെ ഐസ്ക്രീം വിൽക്കുന്ന ഇതേപോലെ പെൺകുട്ടികളെ നമ്മൾ പല സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ താഷ്കണ്ട് ഏരിയയിലായാലും അതേപോലെ ഈ ഒരു ബുക്കാറ ഏരിയയിലായാലും ഒക്കെ നമുക്ക് ഇതേപോലെ പെൺകുട്ടികളെ കാണാൻ പറ്റും. അവരുടെ വീക്കെൻഡിൽ അതേപോലെ അവരുടെ വെക്കേഷൻ ടൈമിൽ അവർ ചെയ്യുന്ന ചെറിയൊരു ബിസിനസ്സാണ് ഇതേപോലെയുള്ള ഈ ഐസ്ക്രീം കച്ചവടങ്ങൾ. അപ്പം നമ്മൾ അവിടുന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്തത്. ബുക്കാറ നമ്മൾ ഏകദേശം ഒരു 5 മണിക്കൂറോളം യാത്ര ചെയ്തപ്പോൾ തന്നെ ഈ ഒരു ഷാഖ്രിസാബ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു കേട്ടോ. സമർക്കന്ദിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ തെക്ക് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും മനോഹരവും വർണ്ണാഭമായതുമായ ഉസ്ബെക്കിസ്ഥാൻ നഗരങ്ങളിൽ ഒന്നാണ് ഷാഖ്രിസാബ്. അയൽ ഗ്രാമമായ ഹോഡ്ജ ഇൽഗാറിൽ ജനിച്ച അമീർ തിമൂറിന്റെ പേരിൽ ഇന്നും ഈ അത്ഭുതകരമായ നഗരം പ്രസിദ്ധമാണ്. 5 മണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്തതിന് ശേഷമാണ് ഇവിടെ എത്തിയത്. അമീർ തിമൂർ താമസിച്ചിരുന്ന ഒരു പാലസ് കാണാൻ നമ്മൾ പോകുന്നത്. അക്സറെ പാലസ് എന്ന് പറയുന്ന ആ ഒരു പാലസാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. ഷാഖ്രിസാബ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ ഈ ഒരു അക്സറെ പാലസ് ചെയ്യുന്നത്. ഇപ്പം എന്തായാലും നമുക്ക് ഇനി ആ പാലസിന്റെ വിശേഷങ്ങൾ കാണാം. ഇതാണ് ഈ അക്സറെ പാലസിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതാണ് അപ്പൊ ഇതാണ് ഈ ഒരു പാലസ് കേട്ടോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ നമുക്ക് പല സർവീസും അവൈലബിൾ ആണ് കേട്ടോ. എന്താ വെച്ചാൽ കുറേ നടക്കാണ്ടെന്ന് പറയണേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം അവർക്ക് 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഈ ഒരു വണ്ടിയിൽ കൊണ്ടുപോകും. അല്ലെങ്കിൽ പിന്നെ സൈക്കിൾ റെൻ്റ് എടുക്കണേ 50,000 എന്ന് പറഞ്ഞിട്ടാണ്. ഒരുപാട് വലിയൊരു പാലസാണ് കേട്ടോ. ഇതാണ് ഈ ഒരു പാലസ്. ഏകദേശം 24ഓളം വർഷം എടുത്ത് പണിത ഒരു പാലസാണ് കേട്ടോ. പിന്നീട് ഉണ്ടായ ഒരു യുദ്ധത്തിൽ ബുക്കാറയിലെ ആ രാജാവാണ് ഈ ഒരു പാലസ് തകർത്ത് കളഞ്ഞത്. ഒരു കാലത്ത് അമീർ തിമൂർ തൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി താമസിച്ചിരുന്ന ആ വലിയൊരു പാലസിന്റെ ചെറിയൊരു അവശിഷ്ടം മാത്രമാണ് നമുക്കിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ മുമ്പ് വലിയൊരു പാലസ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ചെറിയൊരു കാഴ്ച നമുക്ക് കണ്ടിട്ട് വരാട്ടോ. തുർക്കിഷ് ഭാഷയിൽ വെളുത്ത കൊട്ടാരം എന്നർത്ഥം വരുന്ന അക്സറെ പാലസ് എന്നാണ് ഈ ഒരു കൊട്ടാരത്തെ വിളിക്കുന്നത്. അഭിമാനമുള്ളവർക്ക് ഈ കവാടം കടക്കുവാൻ കഴിയില്ല എന്ന അമീർ തിമൂറിന്റെ പ്രസിദ്ധമായ വരിയാണ് ഈ കൊട്ടാരത്തിന്റെ മെയിൻ എൻട്രൻസിൽ എഴുതി വെച്ചിരിക്കുന്നത്. 1380-ലാണ് ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഏകദേശം 24 വർഷത്തിന് ശേഷം 1404-ലാണ് ഈ കൊട്ടാരത്തിന്റെ പണി പൂർത്തിയായത്. അമീർ തിമൂർ ഈ കൊട്ടാരത്തെ മഹത്തായ ഒരു രാജവിസ്മയം ആക്കാനായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. ഒരു കാലത്ത് ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും വലിയ രാജകൊട്ടാരങ്ങളിൽ ഒന്നായിരുന്നു ഈ ഒരു കൊട്ടാരം. നീലയും സ്വർണ്ണ നിറവുമുള്ള മനോഹരമായ ഫലകങ്ങൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഇസ്ലാമിക്, പേർഷ്യൻ ശില്പകലയുടെയും തിമൂറിയൻ ശൈലിയുടെയും മികച്ചൊരു മാതൃകയാണ് ഈ കൊട്ടാരം. വെളുത്ത സ്ലാബുകളാൽ ചുറ്റപ്പെട്ട നടുമുറ്റത്തിന്റെ നടുവിൽ ഒരു വലിയ കുളം ഉണ്ടായിരുന്നു. വേനൽക്കാലത്ത് വെള്ളത്തിനരികിലും മരങ്ങളുടെ തണലിലും ഇരുന്നു കൊണ്ട് ധാരാളം ആളുകൾക്ക് സമയം ചെലവഴിക്കാൻ കഴിയുന്ന വിശാലമായ ഇടങ്ങളും ഈ കൊട്ടാരത്തിനകത്ത് ഉണ്ടായിരുന്നു. 14-ാം നൂറ്റാണ്ടിൽ തിമൂറിന്റെ ശക്തിയും പ്രഭാവവും അടയാളപ്പെടുത്തിയിരുന്ന അക്സറെ പാലസിന്റെ കവാടത്തിന്റെ പുറത്തുള്ള വലിയ ഇരട്ട ഗോപുരങ്ങൾ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത്. തകർന്നുപോയ ഭാഗങ്ങളുടെ ആ ഫ്ലോറിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത്ര ഏരിയയിലൊക്കെ കൊട്ടാറുണ്ടായിരുന്നു, അതിന്റെ കുറെയൊക്കെ നശിപ്പിച്ച് കളഞ്ഞത്. ഈ സൈഡിലേക്കൊക്കെ ഉണ്ടായിരുന്നുണ്ട്. എത്ര വലിയ ഇത് പാലസ് ആയിരുന്നു നോക്കി അന്ന് 1404-ലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം വലിയൊരു
പാലസാണ് അന്ന് അമീർ തിമൂറൊക്കെ ഉണ്ടാക്കിയിരുന്നത് ആൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്. ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാലസായിരുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിപ്പോൾ അലൗഡ് അല്ല കേട്ടോ, എന്താ വെച്ചാൽ അത് മൊത്തം ലോക്ക് ചെയ്തിട്ടൊക്കെയാണ്. തിമൂറിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെയും ഗംഭീരമായ നിർമ്മിതികൾ തകർക്കാൻ ഉത്തരവിട്ട ബുഖാറ ഷൈബാനിദ് രാജവംശത്തിൻ്റെ ഏറ്റവും ശക്തിയേറിയ സുൽത്താൻമാരിൽ ഒരാളായ അബ്ദുള്ള ഖാൻ II ആണെന്ന് കരുതപ്പെടുന്നു. യുനെസ്കോ അക്സറെ പാലസിനെയും ഷഹരിസാബിനെയും ഒരു പൈതൃക സൈറ്റായി അംഗീകരിച്ചു. ഇന്ന് അക്സറെ പാലസ് ഒരു ചരിത്ര സ്മാരകവും ഉസ്ബെക്കിസ്ഥാനിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണങ്ങളിലൊന്നായി നിലകൊള്ളുന്നു. കറങ്ങുന്നൊരു 5 മണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. നമുക്ക് ഇന്നിപ്പോൾ ഇനി താഷ്കണ്ടിലേക്ക് പോകാനുള്ളതാണ്. എന്നാലും നമ്മളിത് കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചു. എന്നാൽ ഈ കഥകളൊക്കെ അറിയുമ്പോൾ നമുക്ക് എന്തായാലും കാണണം എന്നൊരു ആഗ്രഹം തോന്നിയതാണ്. സൂപ്പർ ഒരു ഗാർഡൻ ഉണ്ട്, ഒരുപാട് നടക്കാണ്ട് കേട്ടോ. അമീർ തിമൂറിൻ്റെ മാത്രമല്ല സ്മാരകം, വേറെ പിന്നെയും ഉള്ള സ്മാരകങ്ങൾ വേറെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് അമീർ തിമൂറിൻ്റെ ആ വലിയൊരു സ്റ്റാച്ചു എന്ന് പറയുന്നത്. അമീർ തിമൂറിൻ്റെ ഈ ഒരു പുതിയ സ്റ്റാച്ചു ഇവിടെ സ്ഥാപിച്ചത് ഉസ്ബെക്കിസ്ഥാൻ്റെ ഫസ്റ്റ് പ്രസിഡന്റായ ഇസ്ലാം കരീമോവ് എന്ന് പറയുന്ന ആളുണ്ടോ. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് നല്ലതാണ്, പക്ഷെ കൊട്ടാരം പുഴ പൊട്ടിപ്പൊളിഞ്ഞ് പോയല്ലോ. ഭയങ്കര ഹൈറ്റാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് തന്നെ. ആ കൊട്ടാരം ഉണ്ടെങ്കിൽ നല്ല രസമായി എന്നെ കാണാൻ വേണ്ടി. പക്ഷെ നമുക്കത് ആ കൊട്ടാരത്തിന്റെ ലോങ്ങിൽ നിന്നാണ് കേട്ടോ അതിൻ്റെ ഒരു ശരിക്കൊരു ആ ഭീമാകാരമായ രൂപം നമുക്ക് മനസ്സിലാവണം. തൊട്ടടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ഇത് മനസ്സിലാവില്ല. ദൂരെ നിന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫുള്ളൊരു എലവേഷൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ അതിൻ്റെ നടുക്കന്നെയായിട്ട് അമീർ തിമൂറിൻ്റെ ആ സ്റ്റാച്ചും കൂടി വരുമ്പോൾ ഭയങ്കര ഒരു എടുപ്പ് തന്നെയാണ് കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ, ഭയങ്കര ഗാംഭീര്യം. അമീർ തിമൂറിൻ്റെ ആ പ്രതിമ തന്നെ ഭയങ്കര ഗാംഭീര്യമായ ഒരു പ്രതിമയാണ് കേട്ടോ നമുക്ക് കാണുന്നത്. ആൾ അതേപോലെ തന്നെ അത്രമാത്രം വലിയൊരാൾ തന്നെയായിരുന്നു. ഈ ഒരു കാലത്ത് ഈ ഏഷ്യ മുഴുവൻ ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു അമീർ തിമൂർ. അമീർ തിമൂറിൻ്റെ പ്രതിമയും ആ കൊട്ടാരം ഒരേ ലെവലിൽ നിൽക്കുന്ന നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നമ്മളിങ്ങനെ ദൂരത്തേക്കിന് വരുന്നതോറും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അമീർ തിമൂറിൻ്റെ ആ പാലസും പ്രതിമയൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഇനിയിപ്പോൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. സാക്രിസാബിൻ്റെ മ്യൂസിയമാണ് കേട്ടോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. തിമൂർ എന്ന മഹാനായ ഭരണകർത്താവിൻ്റെ ജീവിതം, സാമ്രാജ്യം, മറ്റ് ചരിത്രപ്രധാനമായ രേഖകൾ എന്നിവ സംരക്ഷിച്ചിരിക്കുന്ന ഈ മ്യൂസിയത്തിൽ തിമൂറിഡ് രാജവംശത്തിൻ്റെ വസ്തുക്കളും അവരുടെ ചിന്തകളും കലാപരമായ സൃഷ്ടികളുമാണ് നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ കാണാൻ കഴിയുന്നത്. അമീർ തിമൂർ എന്ന മഹാനായ ഭരണകർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ചരിത്ര മുഹൂർത്തങ്ങളുടെ ഒരു പെയിൻറ്റിങ്ങുകളാണ് കേട്ടോ അവരോട് വച്ചേക്കുന്നത്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ അമീർ തിമൂറിൻ്റെ ഹിസ്റ്ററിയിലെ ഓരോ സംഭവങ്ങളും നമുക്ക് മനസ്സിൽ തെളിഞ്ഞു വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മളങ്ങനെ അമീർ തിമൂറിൻ്റെ പാലസ് ഉണ്ട്, അതുപോലെ അതിൻ്റെ ഒരു വേറൊരു മ്യൂസിയം ഉണ്ട്. അവിടെ നമുക്ക് ഒരാൾക്ക് 30,000 രൂപ ഉണ്ട് കേട്ടോ അതിൻ്റെ ചാർജ്. 30,000 സോം. കുറെ നടക്കാണ്ട് കേട്ടോ. വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് വണ്ടി എടുത്തില്ല. നോക്കട്ടെ, നമ്മളിങ്ങനത്തെ ഒരു വണ്ടിയിൽ പോകണം കേട്ടോ. നടന്ന് വയ്യാട്ടോ. ഒരുപാട് 2 കിലോമീറ്റർ ഉണ്ട് പറഞ്ഞിട്ടൊരു
പാലിക്കാൻ വേണ്ടിയിട്ട്. തൈമൂറിന്റെ കാലത്തുള്ള ഒരു മൾബറി ട്രീ ആണ് കേട്ടോ. അപ്പം എത്ര വർഷം പഴക്കമുള്ളൊരു മൾബറി ട്രീ ആണ് നോക്കണേ. കോക്ക് ഗുംബാസ് മസ്ജിദ് 14-ാം നൂറ്റാണ്ടിൽ തിമൂറിന്റെ ചെറുമകനായ ഉലുഗ് ബേക്കിന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് ഈ മസ്ജിദ്. ഷഹരിസാബ് നഗരത്തിലെ പ്രധാനവും പ്രശസ്തവുമായ ശൈലിയിൽ നിർമ്മിച്ച മതപരമായ സ്മാരകങ്ങളിൽ ഒന്നാണ് ഈ പള്ളി. ഈ പള്ളിയിലെ പ്രധാന ആകർഷണം അതിലെ മനോഹരമായ ഡോമുകളാണ്. ഷെയ്ഖ് ഷംസുദ്ദീൻ കുലാൽ മക്ബരാസി ഉസ്ബെക്കിസ്ഥാനിലെ ഒരു പ്രശസ്തമായ മതപൈതൃക സ്മാരകമാണ്. പ്രമുഖ സൂഫി പണ്ഡിതനും പീർ മുർഷിദുമായ ഷെയ്ഖ് ഷംസുദ്ദീൻ കുലാലിന്റെ വിശ്രമ സ്ഥലമായ ഈ മക്ബര 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഇതേപോലത്തെ ഒരു വണ്ടിയാണ് കേട്ടോ നമ്മൾ അവിടുന്ന് എടുത്തത്. അല്ലെങ്കിൽ നടന്നു പോയാലേ ഭയങ്കര പണിയാണ്, ഭയങ്കര ലോങ് ഉണ്ട്. ഒരു ബാറ്ററി വണ്ടിയാണ് കേട്ടോ. ഇതിന് 40,000 നമുക്ക് കൊടുക്കേണ്ടത്. ഹസ്രത്ത് ഇമാം ജോം മസ്ജിദ് അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു പേര് വരുന്നത്. 1392 തിമൂർ പൂർത്തിയാക്കിയ ശവകുടീര സമുച്ചയമാണ് ഇത്. 22 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മൂത്ത മകനും പ്രിയപ്പെട്ടവനുമായ ജഹാംഗീർ കുതിരപ്പുറത്തു നിന്നും വീണ് മരിച്ചതിനെ തുടർന്നാണ് ഈ ഒരു ശവകുടീരം പണിതത്. ജഹാംഗീറിന്റെ കല്ലറയൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ നേരെ പോവാനായിട്ട്. ഇതിൻ്റെ ഉള്ളിലാണ് കാര്യമായിട്ടൊന്നുമില്ല, ആ ഒരു കല്ലറ തന്നെയുള്ളൂ. പിന്നെ ഇതൊരു മോസ്കായിട്ട് ഇപ്പോൾ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. കാണുന്നത് ഈ ഒരു സ്മാരകത്തിൻ്റെ ഉള്ളിലെ ഹോട്ടലുകളാണ് കേട്ടോ. അപ്പം നമുക്ക് റൂം ബുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ അങ്ങനെ അക്സറെ പാലസിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് താഷ്കണ്ടിലേക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മളിപ്പോ തണ്ണിമത്തം വാങ്ങിക്കാൻ വന്നപ്പോൾ നമുക്ക് അധികം വേണ്ടല്ലോ, നമ്മൾ കൃത്യൊന്നുമില്ല. ഇവിടെ സാമ്പിളൊക്കെ വെച്ചിട്ട് സാധനം അവർ കട്ട് ചെയ്ത് തന്നാ, പക്ഷെ അവര് പൈസ വാങ്ങിക്കില്ല. പൈസ ചോദിച്ചപ്പോൾ പൈസ വേണ്ട, ഇത് വേണ്ട, വേറെ എടുക്കണമെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ നമുക്ക് അത്രയ്ക്ക് വേണ്ടല്ലോ. നമ്മളെന്തായാലും ഇത് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ഓരോരുത്തരും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യമായി കണ്ട ആൾക്കാരായിട്ട് കൂടി അവർ നമുക്ക് ഫ്രീ ആയിട്ട് തണ്ണിമത്തം തരുന്നു. അതേപോലെ നമ്മൾ പോകാൻ നേരത്തെ നമുക്ക് വലിയൊരു തണ്ണിമത്തനാണ് ആൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നത്. പക്ഷെ നമ്മളത് സ്നേഹപൂർവ്വം നിരസിച്ചത്, നമുക്കത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരടുത്ത് കാര്യം പറഞ്ഞു. ണ്ടോ, ഇതാണ് നമ്മുടെ വഴി. ഈ കാണുന്ന വലിയ മലയിലേക്ക് പോകുന്ന ഹെയർ പിന്നോട് കൂടിയ വലിയൊരു വഴിയാണത്. മധ്യ ഏഷ്യയിലെ പ്രധാന പർവ്വതനിരകളിൽ ഒന്നാണ് ജിസാർ മൗണ്ടൻ. ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പർവ്വതം പമീറോ അലൈ പർവ്വതനിരയുടെ ഭാഗമാണ്. നമ്മൾ താഷ്കണ്ടിലേക്ക് പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ അതിൽ കാണുന്ന വലിയൊരു ഹെയർപിന് വളവുകളുള്ള ഒരു മലയാണ് കേട്ടോ. ഈ ഒരു മല കയറി കഴിഞ്ഞിട്ട് വേണം നമ്മളിപ്പോൾ താഷ്കണ്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനെ സമർക്കന്ത് താഷ്കണ്ട് അതിൻ്റെ ഒരു ബോർഡറിൽ വരുന്നൊരു മലയാണ് കേട്ടോ. ഇത് വലിയൊരു മല, നല്ലൊരു വാലി ആണിത്. ഉസ്ബെക്കിസ്ഥാനിലെ കർദാരോ സുർഗന്ധര്യ പ്രവേശികളെ വേർതിരിക്കുന്ന ഏത് കടുത്ത വേനലിൽ പോലും നല്ല തണുത്ത കാലാവസ്ഥയുള്ള ഈ പർവ്വതം പഴയ സിൽക്ക് റോഡിന്റെ പ്രധാന ഭാഗമായിരുന്നു. മനോഹരമായ താഴ്വരകളും പർവ്വതങ്ങൾക്കിടയിലെ ഗ്രാമങ്ങളും മനോഹരമായ കാഴ്ചകൾ നൽകുന്നു. ഈ പർവ്വതത്തിൽ ഒട്ടനവധി വന്യജീവികളുണ്ട്. മഞ്ഞുകാലത്ത് മഞ്ഞിൽ മൂടുന്ന ഈ പ്രദേശം സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്.
ട്രെക്കിംഗ്, മൗണ്ടൻ ക്ലൈംബിംഗ്, ക്യാമ്പിംഗ് തുടങ്ങി അരുവികളിലെ മീൻപിടുത്തവും കുളിയുമെല്ലാം ഇവിടുത്തെ പ്രധാന ആക്ടിവിറ്റികളാണ്. ഈ മൗണ്ടൻ റൂട്ടിൽ കൂടെ വരുമ്പോഴും നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ചെറിയൊരു മാർക്കറ്റാണ്, പക്ഷേ അവിടെ നമുക്ക് അവരെ ലോക്കലായിട്ടുള്ള ട്രഡീഷണൽ രീതിയിലുള്ള അവരുടെ ചീസും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു മാർക്കറ്റാണ് ഈ കാണുന്ന മാർക്കറ്റ്. താഷ്കണ്ടിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടത്. ഒരു ഫാമിലി നടത്തുന്ന ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആകെ അന്തം വിട്ട് പോയിട്ടാണ്. അതായത് നമ്മൾ ഹിന്ദുസ്ഥാനിൽ നിന്ന് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സ്നേഹവും ഭയങ്കര ബഹുമാനമായിരുന്നു കേട്ടോ. അവർ നമ്മളെ കിച്ചണിലേക്കൊക്കെ കൊണ്ടുപോയി അവരെ ഫുഡൊക്കെ കാണിച്ചു തന്നു. അത് ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു നമ്മൾ അവിടെ നിന്ന് ചിക്കനാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതേപോലെ തന്നെ സലാഡ് കഴിക്കാൻ വേണ്ടി വെജിറ്റബിൾസ് ആണ് കൊണ്ടുവന്നത്. നമ്മൾ തന്നെ കട്ട് ചെയ്ത് കഴിക്കുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത് കേട്ടോ. നിങ്ങൾ ഞങ്ങളുടെ വിരുന്നുകാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്തത്. നല്ല അടിപൊളി ഒരു ഫാമിലി ആയിരുന്നു കേട്ടോ. അവർ നമ്മുടെ കൂടെ ഒന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തും കഴിഞ്ഞിട്ട് മെഹമാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ വന്ന് നമ്മുടെ വണ്ടിയിൽ എടുത്തു വരെ വന്നു കഴിഞ്ഞിട്ട് നമ്മളെ യാത്രയാക്കുന്ന അങ്ങനെയുള്ളൊരു ഓരോ മുഹൂർത്തങ്ങളായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ നമ്മളെ എപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ആൾക്കാർ ഇതേപോലത്തെ അവരെ പെരുമാറ്റം കാണുന്നത് നമുക്ക്. നമ്മൾ ഏകദേശം ഒരു 6 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ നമ്മളിപ്പോൾ നേരെ താഷ്കണ്ടിൽ തിരിച്ച് എത്തിയേക്കാണ്. നമ്മൾ ഇനിയിപ്പോൾ നൈറ്റ് ഡ്രൈവ് ആയിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഒരു 6 മണിക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു 2:30 മണിയായി. ഞങ്ങൾ പല സ്ഥലത്ത് ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങിയ കാരണം ലേറ്റായി. പിന്നെ റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു, ലൈറ്റ് ഒന്നും ഇല്ലാത്ത റോഡാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറേയൊക്കെ ഇറങ്ങി റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് വന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ 2:30 ആയി. ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ ഹോട്ടൽ. നമ്മൾ വന്നപ്പോൾ ഇവിടെ 2 ദിവസത്തേക്കും റൂം എടുത്തിട്ടുണ്ടാണ്. ഒരു ഡബിൾ ബെഡ്, 2 സിംഗിൾ ബെഡ് ആയിട്ടുള്ളൊരു റൂം. അതുപോലെ ഇവിടെ ഒരു വർക്ക് ടേബിൾ ഉണ്ട്, അവിടെ ഒരു കബോർഡ്, പിന്നെ ഇവിടെ ഒരു TV. ഇങ്ങനെ പറയണമെങ്കിൽ ഇവിടെ ഒരു ഷവർ റൂമുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.